ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2-3 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, അതായത് തക്കാളി സോസ് ആഡ് ചെയ്യാം. അല്പം കുരുമുളക് പൊടിയും കൂടി. ഇനി നമുക്ക് വേണ്ട ഒരല്പം സോയാ സോസ്. ഇതൊക്കെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഫ്ലേവർ തരാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഏകദേശം 1 സ്പൂണോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അതൊരു ടിപ്പിക്കലായിട്ടുള്ള ഫ്ലേവർ നൽകാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതായത് സോയാ സോസിൻ്റെ ആ ഒരു കട്ടിയൊക്കെ കുറയ്ക്കാനും ഒരു ചൈനീസ് ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ചൈനീസ് മോഡൽ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ നമുക്ക് ഒരുപാട് ഗുണമുണ്ട് ഈ ഒരല്പം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് പതുക്കെ റെഡിയായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യം, അതായത് ഒരു കോൺഫ്ലവർ പൗഡറാണ്. നമുക്ക് ഏകദേശം 1 സ്പൂണോളം കോൺഫ്ലവർ പൗഡർ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം സാധാരണ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച ശേഷം ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. കോൺഫ്ലവർ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അത് ശരിക്കും ഒന്ന് മിക്സായി വരണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കാം. ഇത്ര ആക്കിയ ശേഷം ഹീറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൂട്ടണം. കാരണം ഇത് ശരിക്കൊന്ന് തിളയ്ക്കണം. അപ്പം തിളച്ച് വരുമ്പോൾ നമുക്കൊരല്പം കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മതി. അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ ആ പൊടിയുടെ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മളെ സഹായിക്കും. കൂടുതൽ കുത്തലൊന്നും ഇല്ലാതെ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിന്ന ശേഷം ഇതൊരു സാവധാനം ഒരല്പം കൂടി ഒന്ന് തിളയ്ക്കണം. അതായത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഒരല്പം കയ്യിൽ ഇതുപോലെ എടുത്ത ശേഷം നോക്കാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പില്ല എങ്കിൽ നമുക്ക് ഒരല്പം കൂടി ഉപ്പൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് അല്പം ഉപ്പ് കുറവുണ്ടോ എന്ന് സംശയം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക. ഞാൻ നോക്കുമ്പോൾ ഒരല്പം കൂടി കുറവുള്ളവർ തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇടുന്നു എന്ന് മാത്രം. ഓക്കെ, അതിനുശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തിളച്ച് നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഹീറ്റ് ഒന്നുകൂടെ കൂട്ടി വെക്കാം. കാരണം മറ്റൊന്നുമല്ല, ഇത്